മിററിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് PSC പരീക്ഷകൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ PDF നമ്മുടെ PSC മിറർ എന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. പാർട്ട് 1-ൽ ആദ്യത്തെ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് KR നാരായണൻ. KR നാരായണനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം. ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 14 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ്. സുവോമോട്ടോ. നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പാണ് സുവോമോട്ടോ. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നതാര്? ഗവർണർ. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നത് ഗവർണറാണ്. നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ആരൊപ്പിടുന്നതോടെയാണ് നിയമമാകുന്നത്? ഗവർണർ. നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ആരൊപ്പിടുന്നതോടെയാണ് നിയമമാകുന്നതെന്ന് ചോദിച്ചാൽ ഗവർണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർക്ക്. നിയമസഭ പിരിച്ചുവിടാനുള്ള അധികാരം ഗവർണർക്കാണ്. നിയമസഭ വിളിച്ചു ചേർക്കുന്നതാര്? നിയമസഭ വിളിച്ചു ചേർക്കുന്നത് ഗവർണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിയമസഭ ചേരാത്ത സമയങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ആർക്കാണ് അധികാരം? ഗവർണർക്ക്. നിയമസഭ ചേരാത്ത സമയങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. നിയമസഭയിൽ നയപ്രഖ്യാപനം പ്രസംഗം നടത്തുന്നതാര്? ഗവർണർ. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ഗവർണറാണ്. നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രിയാണ്. നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രിയാണ്. നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് ആർക്ക്? ഡെപ്യൂട്ടി സ്പീക്കർ. നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കറിനാണ്. സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി. നീലം സഞ്ജീവ റെഡ്ഡി. സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത്? ഗവർണർ. സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ഗവർണറുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത്. നിയമസഭാംഗം അവതരിപ്പിക്കുന്ന ബിൽ എത്ര വായനയിലൂടെ കടന്നുപോകുന്നു? 3. നിയമസഭാംഗം അവതരിപ്പിക്കുന്ന ബില്ല് 3 വായനയിലൂടെയാണ് കടന്നുപോകുന്നത്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 80-ാം അനുച്ഛേദം. രാഷ്ട്രഘടനയുടെ 80-ാം അനുച്ഛേദ പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്. ഓർത്തുവയ്ക്കുക, 80-ാം അനുച്ഛേദം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് ആര്? സ്പീക്കറാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 22. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 22 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി സാധാരണ നിയമിതനാകുന്നത് ആര്? പ്രതിപക്ഷ നേതാവ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി സാധാരണ നിയമിതനാകുന്നത് പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോഴത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് KC വേണുഗോപാൽ.
പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് KC വേണുഗോപാൽ. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് പേര് നൽകിയത്. പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരാം? 6 മാസം. പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി 6 മാസം വരെയാണ് പ്രധാനമന്ത്രി പദത്തിൽ തുടരാവുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്? ലോക്സഭാ സ്പീക്കർ. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എത്ര? 30. പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ. അതിലെ അംഗങ്ങളുടെ എണ്ണം 30 ആണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണ്. പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം? 1962 പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചത് 1962. പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തതാര്? പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഹെർബർട്ട് ബേക്കർ ആണ്. ഹെർബർട്ട് ബേക്കർ ആണ് പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. പാർലമെന്റ് എന്നാൽ ലോക്സഭയും രാജ്യസഭയും ഡാഷും ചേർന്നതാണ്. പ്രസിഡന്റ്. പാർലമെന്റ് എന്നാൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ചേർന്നതാണ്. പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവ്? ഓർഡിനൻസ്. പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഓർഡിനൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപവത്കരിക്കാനുള്ള പ്രമേയം ആദ്യം അവതരിപ്പിക്കപ്പെടേണ്ടത്? രാജ്യസഭയിലാണ്. പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപവത്കരിക്കാനുള്ള പ്രമേയം ആദ്യമായി അവതരിപ്പിക്കപ്പെടേണ്ടത് രാജ്യസഭയിലാണ്. 14ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം? പുതുച്ചേരി. 14ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശമാണ് പുതുച്ചേരി. പശ്ചിമ ബംഗാളിലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ പേര്? റൈറ്റേഴ്സ് ബിൽഡിംഗ്. പശ്ചിമ ബംഗാളിലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ പേരാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ? GV മാവ്ലങ്കർ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കറാണ് GV മാവ്ലങ്കർ. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാര്? പ്രസിഡന്റ്. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ വഹിക്കുന്നത് ആര്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്ര? 6 ആണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ 6. ഭരണഘടന എന്ന ആശയം ഏതു രാജ്യത്താണ് ഉരുത്തിരിഞ്ഞത്? ബ്രിട്ടൻ. ഭരണഘടന എന്ന ആശയം ഏതു രാജ്യത്തു നിന്നാണ് വന്നത്? ബ്രിട്ടനിൽ നിന്നാണ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പ്രസിഡന്റ്. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റിലാണ്. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിലാണ്. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിലാണ്. ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ള പട്ടികകൾ? 12. ഭരണഘടനയിൽ ഇപ്പോൾ 12 പട്ടികകളാണ് ഉള്ളത്. ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ? 11.
ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11. ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെ 1985 രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെ അതായത് 1985 രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 73ാം ഭേദഗതി എത്രാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 11. ഭരണഘടനയുടെ 73ാം ഭേദഗതി 11ാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1962. ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 പ്രാവശ്യം. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ 1 പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് പഞ്ചായത്തി രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 11. ഭരണഘടനയുടെ 11ാമത്തെ പട്ടികയിലാണ് പഞ്ചായത്തി രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ ചേർത്തിരിക്കുന്നത്? 3ാം ഭാഗത്ത്. മൗലികാവകാശങ്ങൾ 3ാം ഭാഗത്താണ് ചേർത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദമാണ് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് പ്രസ്താവിക്കുന്നത്? 1. ഭരണഘടനയുടെ 1ാമത്തെ അനുച്ഛേദമാണ് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് പ്രസ്താവിക്കുന്നത്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത്? 7. ഭരണഘടനയുടെ 7ാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്? 42. ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്. ഭരണഘടനയുടെ ഏതു വകുപ്പ് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ നിർവഹണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത്? 53ാം വകുപ്പ്. ഭരണഘടനയുടെ 53ാം വകുപ്പ് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ നിർവഹണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത്? 123. ഭരണഘടനയുടെ 123ാം അനുച്ഛേദപ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്? 108. ഭരണഘടനയുടെ 108ാം അനുച്ഛേദപ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത്? 226. ഭരണഘടനയുടെ 226ാം അനുച്ഛേദപ്രകാരമാണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത്. 226 ഓർത്തുവയ്ക്കുക. ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്? 331. ഭരണഘടനയുടെ 331ാം അനുച്ഛേദപ്രകാരമാണ് രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയത്? 73, 74. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയത്? 73, 74. ഭരണഘടനയുടെ 1ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക. 9ാം പട്ടിക. ഭരണഘടനയുടെ
ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടികയാണ് 9ാം പട്ടിക. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമായിരുന്നു സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനും സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവത്കരിക്കപ്പെട്ട തീയതി 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവത്കരിക്കപ്പെട്ട തീയതി 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5 ആണ്. ഭരണഘടനാ ഭേദഗതികളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 368. ഭരണഘടനാ ഭേദഗതികളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് 368. ഓർത്തുവയ്ക്കുക. ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളും ആരുടെ പേരിലാണ് നടത്തുന്നത്? രാഷ്ട്രപതിയുടെ. ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളും രാഷ്ട്രപതിയുടെ പേരിലാണ് നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി, മന്ത്രിസഭാംഗങ്ങൾ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, ഗവർണർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, ഇലക്ഷൻ കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. പ്രധാനമന്ത്രി, മന്ത്രിസഭാംഗങ്ങൾ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, ഗവർണർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, ഇലക്ഷൻ കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ്. പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ്. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. പ്രസിഡന്റും ക്യാബിനറ്റും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. പ്രസിഡന്റും ക്യാബിനറ്റും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവത്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 40. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവത്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 40. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 73. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 73. അടുത്ത ക്വസ്റ്റ്യൻ, 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ ലോക്സഭയുടെ കാലാവധി എത്ര വർഷമായി ഉയർത്തി? 6 വർഷം. 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ ലോക്സഭയുടെ കാലാവധി 6 വർഷമായി ഉയർത്തി. 2014 നിലപ്രകാരം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം 22. 2014 നിലപ്രകാരം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം 22 ആണ്. 60ൽ കുറവ് അംഗസംഖ്യയുള്ള നിയമസഭയുള്ള സംസ്ഥാനങ്ങൾ സിക്കിം, ഗോവ, മിസോറാം. സിക്കിം, ഗോവ, മിസോറാം. 60ൽ കുറവ് അംഗസംഖ്യയുള്ള നിയമസഭയുള്ള സംസ്ഥാനങ്ങളാണ് സിക്കിം, ഗോവ, മിസോറാം. അധികാര സ്ഥാനത്തെ കൊണ്ട്
ഒരു പൊതു കർത്തവ്യം നടപ്പിലാക്കി കിട്ടാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പന. മാൻഡമസ്. അധികാര സ്ഥാനത്തെ കൊണ്ട് ഒരു പൊതു കർത്തവ്യം നടപ്പിലാക്കി കിട്ടാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പനയാണ് മാൻഡമസ്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം. ജബൽപൂർ. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനമാണ് ജബൽപൂർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർക്ക്. മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള അധികാരം ഗവർണർക്കാണുള്ളത്. സ്റ്റേറ്റുകളിൽ മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണത്തിന്റെ കണക്ക് നിശ്ചയിക്കുന്നത് ഭരണഘടനയാണ്. മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണത്തിന്റെ കണക്ക് നിശ്ചയിക്കുന്നത് ഭരണഘടനയാണ്. 5 തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32 5 തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് 32. അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം 1955. അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം 1955. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ചിഹ്നം 2 ഇല. 2 ഇലയാണ് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ചിഹ്നം. അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 17. അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 17. അയിത്തോച്ചാടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1955. അയിത്തോച്ചാടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1955. അടുത്ത ക്വസ്റ്റ്യൻ. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ചു നൽകുന്നതാര്? ഗവർണർ. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ചു നൽകുന്നത് ഗവർണറാണ്. 3 ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യൻ നഗരം ചണ്ഡീഗഡ്. 3 ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യൻ നഗരമാണ് ചണ്ഡീഗഡ്. മറ്റെങ്ങും പരാമർശിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ മന്ത്രിസഭയ്ക്ക് വേണ്ടി ആരാണ് കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രി. മറ്റെങ്ങും പരാമർശിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ മന്ത്രിസഭയ്ക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 76. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 76. മൗലിക കടമകളെ ഭരണഘടനയുടെ ഭാഗമാക്കിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 42. മൗലിക കടമകളെ ഭരണഘടനയുടെ ഭാഗമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അടുത്തത്. മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ സുപ്രീം കോടതി എന്താണ് പുറപ്പെടുവിക്കുന്നത്? റിട്ട്. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത് റിട്ടാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ്. മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നത് ആര്? ഗവർണർ. മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നത് ഗവർണറാണ്. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 110. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 110. മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ ആർക്കാണ് അധികാരം? ഗവർണർക്ക്. മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അധികാരമുള്ളത് ഗവർണർക്കാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിന്റെ ഭരണത്തലവൻ ലഫ്റ്റനന്റ് ഗവർണർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിന്റെ ഭരണത്തലവൻ ലഫ്റ്റനന്റ് ഗവർണർ. ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക്സ് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത 100 ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.